നമസ്കാരം, ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞ് പാചക വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തുന്നത്. പാചകം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ലോലോലിക്ക. ഞങ്ങളുടെ നാട്ടിലൊക്കെ ലോലോലിക്ക എന്ന് പറയും, ചില നാട്ടിൽ തന്നെ റുബിക്ക എന്ന് പറയും, ലവ്ലോലിക്ക എന്ന് പറയും. പിന്നെ എൻ്റെ ചാനൽ കൂടുതൽ കാണുന്ന തെക്കൻ ജില്ലക്കാരാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ പറയുന്ന ലവ്ലോലിക്ക അല്ലെങ്കിൽ ലോലോലിക്ക എന്ന് തന്നെ പറഞ്ഞ് ആ ലോലോലിക്ക എങ്ങനെയാണ് ഉപ്പിലിടുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. സത്യത്തിൽ നമ്മൾ ഈ ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്നൊന്നും ഈ വീഡിയോ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. കാരണം 98% മലയാളികൾക്കും അറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് ലോലോലിക്ക ഉപ്പിലിടുന്നത്, അല്ലെങ്കിൽ നെല്ലിക്ക ഉപ്പിലിടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പച്ചമാങ്ങയൊക്കെ പൂളിയിട്ട് എങ്ങനെയാണ് ഉപ്പിലിടുന്നത്. ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇതൊന്നും അറിയാത്ത ഒരു 2% ബാക്കിയുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. നിങ്ങൾ ഇതിനു മുമ്പ് ഇതേപോലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിട്ടേക്ക്. അപ്പം വീഡിയോയിലേക്ക്. ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുന്ന ലോലോലിക്കയുടെ മരത്തിൽ നിന്ന് ലോലോലിക്ക പറിക്കാൻ പോവാണ്. ഇത് കായ്ച്ചു തുടങ്ങിയിട്ട് കുറേ കാലമായെങ്കിലും ഇപ്പോഴാണ് ശരിക്കും ഇത് ഉണ്ടാകാൻ തുടങ്ങിയത്. നമ്മൾ ഉപ്പിലിടാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പഴുത്തു പോകാത്ത, അതായത് ഒരു പകുതി പരുവമായത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് കുമ്പഴപ്പഴം എന്നാണ് പറയുന്നത്, ആ ഒരു പ്രായമായതാണ് നമുക്ക് ഉപ്പിലിടാൻ നല്ലത്. ഒരുപാട് പഴുത്തു പോയതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അഴുകിപ്പോവും. ഈ ഒരു പരുവം എന്ന് പറയുമ്പോൾ നല്ല കട്ടിയായിട്ട് അതിനകത്ത് ഉപ്പിലിട്ടതിന് ഉപ്പൊക്കെ പിടിച്ച് അങ്ങനെ കിടക്കും. ഒരുപാട് കാലം നമുക്കത് ഉപ്പിലിട്ട് അങ്ങനെ വെച്ചേക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ലോലോലിക്ക കിട്ടിയിട്ടുണ്ട്. ഇനിയും കാന്താരിയാണ്. കാന്താരി ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം 2-3 ദിവസമായിട്ട് ഇവിടെ പുഴുക്കൊക്കെ ആയിരുന്നു. പിന്നെ കുറേ പുഴമീൻ വാങ്ങിച്ചു. അപ്പോൾ അതിനൊക്കെ മെയിനായിട്ട് നമ്മൾ ഈ കാന്താരിയാണ് നമ്മൾ യൂസ് ചെയ്തത് തോരൻ വെക്കാനും. അതുപോലെ പിന്നെ അടുത്ത വീട്ടുകാർ ഇവരൊക്കെ വന്നിട്ട് ഇതിൽ നിന്നാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അധികം കാണത്തില്ല. നമ്മൾ നോക്കാം, ഉള്ളത് എടുക്കാം. ഇപ്പോൾ ഇവിടെ പഴുത്തത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതെടുക്കാം. ഇടയ്ക്ക് 1-2 പച്ചയുണ്ട്. ഓക്കെ, ഈ വെള്ളക്കാന്താരിയിലും കുറേ നിപ്പുണ്ട്. ഇതാകുമ്പോൾ ഒരു വെറൈറ്റിയാണ്, ഒരു കളർഫുൾ ആകാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാന്താരി കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ 2 പച്ചമുളക്, അതും പഴുത്തതായിട്ടേക്കുന്നത്. പിന്നെ ഈ പഴുത്തത് ഇട്ടത് അതൊരു പ്രത്യേക ടേസ്റ്റാണത്. കാരണം ഈ പഴുത്തത് ഇട്ട് കഴിഞ്ഞാൽ ഈ പഴുത്തത് പെട്ടെന്ന് വെള്ളമായിട്ട്, ആ ഉപ്പ് വെള്ളമായിട്ട് മിക്സ് ആവും. അത് നമുക്കാണെങ്കിൽ ഈ നാരങ്ങ വെള്ളം അതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഒഴിച്ചു. അപ്പോൾ ആ വെള്ളം നമുക്ക് ചോറിനകത്തൊക്കെ ഒഴിച്ച് തിന്നാനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ പഴുകിഞ്ഞ് കുടിക്കുന്നവർക്കൊക്കെ ഇത് പറഞ്ഞപ്പോഴും ഒരുപാട് കാലമായി പഴുകിഞ്ഞ് കുടിച്ചിട്ട് തടി കൂടുമെന്ന് പേടിച്ചപ്പം അതൊന്നും കഴിക്കാറില്ല. ഒന്ന് നോക്കണം. ഓരോ പെൺപിള്ളേരൊക്കെ പഴുകിഞ്ഞ് കുടിക്കുന്ന വീഡിയോ കിട്ടിയിട്ട് 2-3 മില്യൺ വ്യൂ ഒക്കെ അടിച്ചു കയറിയേക്കുന്നത്. നമ്മൾ പഴുകിഞ്ഞ് പേടിച്ച് തടി കൂടുമെന്ന് പേടിച്ച് പഴുകിഞ്ഞേ കുടിക്കുന്നില്ല. പിന്നെ ലോലോലിക്ക. അപ്പം ഇതിൽ നിന്ന് ഞാൻ ഒരുപാട് പഴുത്തൊക്കെ മാറ്റും. അത് അടുത്ത വീട്ടിലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം, അവർ കഴിച്ചോട്ടെ. പിന്നെ ബാക്കി അല്പം പകുതി പഴുപ്പായത് നമ്മൾ ഉപ്പിലിടാൻ വേണ്ടി മാറ്റും. എന്നിട്ട് ഈ ഒരു പരുവൊക്കെ ആയത് ഉപ്പിലിടാൻ വേണ്ടി മാറ്റാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് കഴുകിയെടുക്കാൻ പോവാണ്. ഇപ്പത്തേക്ക് നമുക്ക് ഇത് വെള്ളത്തിലിട്ടട്ടെ. എന്തെങ്കിലും പൊടിയോ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശരിക്കും ഇളകട്ടെ. ചില നേരം എനിക്ക് ഇളക്കാം, കാരണം കുട്ടികളൊക്കെ കഴിക്കുന്നല്ലേ. ഇനി നമ്മുടെ കയ്യിലുള്ള കാന്താരിയും പച്ചമുളക് അതോടെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇത് ഇവിടുന്ന് തന്നെ പറിച്ചെടുത്താണ്. അതുകൊണ്ട് അധികം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞാൻ കീടനാശിനി ഒന്നും സ്പ്രേ ചെയ്യുന്നതല്ല ഒന്നിനും. അപ്പോൾ നമ്മൾക്ക് ലോലോലിക്ക ഉപ്പിലിടാൻ വേണ്ടുന്ന, ഇപ്പം ലോലോലിക്ക മൊത്തം നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ കാന്താരി, പച്ചമുളക്, അതിൻ്റെ കൂട്ടത്തിൽ പഴുത്തോടെ ഉണ്ട്. പിന്നെ കല്ലുപ്പാണിത്. ശരിക്കും നമുക്ക് ഉപ്പിലിട്ടതിൻ്റെ ടേസ്റ്റ്, അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് കല്ലുപ്പ് തന്നെ വേണം. ഇനി കല്ലുപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾക്ക് പൊടിയുപ്പ് ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ ഉപ്പിലിട്ടതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇനിയും നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് ലോലോലിക്ക ഉപ്പിലിടാനുള്ള വെള്ളം അത് തിളപ്പിച്ചെടുക്കുകയാണ്. കാരണം വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒന്ന് തണുപ്പിക്കുക. ആ തണുപ്പിച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ ലോലോലിക്കയും കാന്താരി മുളകും അതേപോലെ കല്ലുപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമേ വെള്ളം എടുക്കുക, ആ വെള്ളം ഒന്ന് തിളപ്പിക്കുകയാണ്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ തിളച്ച വെള്ളം ഒന്ന് തണുക്കാൻ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉപ്പിലിടാനുള്ള ബോട്ടിൽ റെഡിയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ലോലോലിക്ക എടുത്ത് കുറച്ച് ഇതിലേക്ക് ഇട്ട് വെക്കുകയാണ്. മൊത്തം ഒന്നിച്ചിടുന്നില്ല. ഇനി അടുത്തായിട്ട് ഇതിന്റെ മുകളിലേക്ക് കുറെ കാന്താരിമുളക്, മൊത്തം ഇടുന്നില്ല, കുറച്ച് കാന്താരിമുളക് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വീണ്ടും ഇതിന്റെ മുകളിലേക്ക് ലോലോലിക്ക ഇടുകയാണ്. വീണ്ടും കുറച്ച് കാന്താരിയുടെ ഇതിന്റെ മുകളിൽ ഇടുകയാണ്. കാരണം എരിവ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എരിവ് എല്ലായിടത്തും കറക്റ്റായിട്ട് കിട്ടുള്ളൂ, അതിനു വേണ്ടിയാണ്. വീണ്ടും കുറച്ച് കല്ലുപ്പ് ഇതിന്റെ മുകളിലേക്ക്, വീണ്ടും ബാലൻസ് ഉള്ള ലോലോലിക്ക ഇതിന്റെ മുകളിലേക്ക്. ഇനിയും കുറച്ച് ഉപ്പ് കൂടി ഇതിന്റെ മുകളിൽ ഇടുകയാണ്. കല്ലുപ്പിട്ടു. ഇനി ബാലൻസ് ചെയ്യാൻ പച്ചമുളകാണ് ഇടുന്നത്. അപ്പോൾ പച്ചമുളക് ഞാൻ അതിന്റെ ഞെടുപ്പ് കളഞ്ഞിട്ട് ഒന്ന് പൂളിയിട്ട്, അതായത് നടുക്കുന്ന ഒരു അല്പം ഒന്ന് ഉള്ളിലേക്കൊന്ന് പിളർത്തിയിട്ടാണ് ഇടുന്നത്. കാരണം ഇതിന്റെ എരിവും അതൊക്കെ മുളകരിയൊക്കെ ഒന്ന് വെളിയിലേക്ക് എത്താൻ വേണ്ടിയാണ്. എന്നാലേ കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല വിളഞ്ഞ മുളകാണ്, പഴുത്തതും വിളഞ്ഞതും എല്ലാം കൂടെ. ഓക്കെ, ഇത് നമ്മൾ മുമ്പേ തിളപ്പിച്ച് വെച്ച വെള്ളമാണ്. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇപ്പോൾ. ഇതിനി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരിക്കലും നമ്മൾ തിളപ്പിച്ച വെള്ളം ചൂടോടുകൂടി ഒഴിക്കല്. ഒഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വെന്ത് പോകും. വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അളിഞ്ഞു പോകും. ഇത് കട്ടിയായിട്ടിരിക്കാന് ചൂടുവെള്ളം തണുപ്പിച്ചിട്ടിടുന്നത്. അപ്പൊ നമ്മൾ ഈ കറക്റ്റ് നമ്മുടെ ആ അടുക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. ലോലോലിക്ക എരിവെല്ലാം ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോണ്ട് കറക്റ്റ് ആ ഉപ്പിന്റെ എല്ലാം പാകത്തിന് കിട്ടും. ഇങ്ങനെ ചെയ്താല് നമ്മളല്ലാതെ മുളക് തന്നെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ, ഉപ്പ് ഏതെങ്കിലും ഒരു സൈഡിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും പാകത്തിന് കിട്ടില്ല. ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. മൂടി നിൽപ്പുണ്ട്, കണ്ടില്ലേ? ഇതൊരിക്കലും ഇങ്ങനെ വെള്ളം തിളപ്പിച്ച വെള്ളം ഇട്ടുകൊണ്ട് ഒരിക്കലും പൂപ്പ് പിടിക്കത്തില്ല. ഉപ്പും അതെല്ലാം പാകത്തിന് എല്ലായിടത്തും എത്തുന്നതാണ്. നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ നമുക്കിത് അടച്ചു വെക്കാം. എയർടൈറ്റാണ്, നമ്മളൊന്നും പേടിക്കണ്ട. നമ്മുടെ ലോലോലിക്ക ഉപ്പിലിട്ട റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു 10 ദിവസമെങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷമേ ഓപ്പൺ ചെയ്യാവൂ. എങ്കിലേ ആ ഉപ്പും എരിവൊക്കെ കറക്റ്റ് എല്ലായിടത്തും എത്തത്തുള്ളൂ, ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മളൊരു 10 ദിവസം ഇതിങ്ങനെ വെയിറ്റ് ചെയ്യണം.